റെസ്പെക്റ്റഡ് ഗാർഡമം പ്ലാന്റേഴ്സ്, സൗത്ത് വെസ്റ്റ് മാൺസൂൺ നമുക്ക് ജൂൺ 2 ചില ഭാഗം തുടങ്ങി. ജൂൺ 3 കൂടുതൽ ഇടം നമുക്ക് മഴ ചാറാൻ തുടങ്ങി. 4 ഇന്നലെ ഡ്രിസ്ലിംഗ് 24 മണിക്കൂർ മഴ. ഇന്നലെ ഇതുപോലെ മഴ നമുക്ക് ജൂൺ 15 വരെ മാക്സിമം കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഇതുവരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ പ്രശ്നം തീർന്നു. നമുക്ക് നെക്സ്റ്റ് പുതിയ പ്രശ്നം സ്റ്റാർട്ടാകാൻ പോവുക. ഇതുപോലെ കാലത്തെ നമുക്കൊരു ശക്തിயான മഴ കിട്ടിയിട്ട് ചെറിയ കാറ്റടിച്ചിട്ട് മഴ കൊഞ്ചം മാറിയിട്ട് പിന്നെ ഒരു വെട്ടം കിട്ടിയിട്ട് മഴ കിട്ടിയാൽ കുഴപ്പമില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് റെയിൻ 2 3 4 5 ടോട്ടലി നമുക്കൊരു 80-90 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രിസ്ലിംഗ്. ഇതുപോലെ ഇനി ഒരു 4-5 ദിവസം മഴ കിട്ടിയാലും കൂടെ ഭയങ്കര ഡേഞ്ചർ ആകും. നമുക്ക് ഈ വർഷം മഴ കുറവ്. ഓക്കെ, മഴ കുറവായാലും അളവ് കുറവാകും. ചിലപ്പം 90%, 60%, 70% കിട്ടിയാലും കൂടെ ഇങ്ങനെ മഞ്ഞു മൂടി മഴ കിട്ടിയാൽ ഭയങ്കര ഡേഞ്ചർ. ഈ സമയത്ത് നമുക്ക് ചെയ്യ വേണ്ടിയ വിഷയം ഞാൻ പറയാൻ പോവാം. ഫസ്റ്റ്, കൂടുതൽ ആൾക്കാർ ചൂട് കാരണം കൊണ്ട് കവാത്തെടുത്തില്ല, പുതയിട്ട് ചപ്പ് മാറ്റിയിട്ടില്ല. അത് ഇമ്മീഡിയറ്റ് ഈ ചപ്പ് മാറി ക്ലീൻ കവാത്തെടുത്ത് കുമ്മി കവാത്തിടണം. ഇങ്ങനെ ചെയ്ത ബയോളജിക്കൽ കൺട്രോൾ, ഈ പിത്തിയം ഫംഗസ് ഇതുപോലെ ഡ്രിസ്ലിംഗ് കാലത്ത് വരുന്ന മെയിൻ വിഷയം നമുക്ക് പിത്തിയം, ഈ തട്ടമരിച്ചൽ എന്ന് പറയുന്ന ഈ പിത്തിയം ഫംഗസ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ക്ലീൻ കവാത്ത് എടുത്ത് വെട്ടം ആക്കണം. സെക്കൻഡ്, ബോഡോ സ്പ്രേ. സെക്കൻഡ് വന്നിട്ട് നമുക്ക് മെയിൻ ബോഡോ സ്പ്രേ ചെയ്യണം. 2 കിലോ കുമ്മായം, 2 കിലോ തുരിശ് 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുളിപ്പിച്ച് അടിക്കണം. ഇതുപോലെ ഡ്രിസ്ലിംഗ് സമയത്ത് കൂടുതൽ മഴ ഉള്ള സമയത്ത് നമുക്ക് വേണ്ട. കുറച്ച് ഡ്രിസ്ലിംഗ് ഉണ്ടെങ്കിൽ അന്ന് ദിവസം നമുക്ക് തുരിശ് അടിക്കാം. 180 ലിറ്റർ വെള്ളം പിടിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിക്കാം. അടിച്ച് നമുക്ക് കൺട്രോൾ ആക്കണം. ഇമ്മീഡിയറ്റ് കവാത്തെടുത്ത പുറയിൽ നമുക്ക് തുരിശ് ഈ സമയത്ത് അടിക്കണം. തുരിശ് അടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മീറ്റ് പവർ, ഈ മീറ്റ് റെസിനോളിക് ആസിഡ് കളന്ന ഈ മീറ്റ് 1/2 കിലോ ആൻഡ് വെലിഡാമൈസിൻ സീത്കിൽ എന്ന് പറഞ്ഞ ഈ വെലിഡാമൈസിൻ 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ശരിക്ക് 10 ലിറ്റർ വെച്ച് ഒഴിക്കണം. 100% തട്ടമരിച്ചൽ കൺട്രോൾ. ഈ ഡ്രിസ്ലിംഗ് ഉള്ള സമയത്ത് മെയിൻ നമുക്ക് പ്രശ്നം തട്ടമരിച്ചൽ മാത്രം താ. നമുക്ക് ഈ പൈറ്റോപ്തറ, ഈ കൊത്തലുകൾ തൊന്തരവ് ഇല്ല. ഈ തട്ടമരിച്ചൽ കൺട്രോൾ ചെയ്താൽ മാത്രം ബെസ്റ്റായിടും തോട്ടം. ആണ്ട് അതോട് നമുക്ക് ഈ മഞ്ഞോട് ചേർന്ന് ഈ ചാരി മഴ കിട്ടുന്ന ഈ സമയത്ത് നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഫിസേരിയം, പോളപൊളിച്ചൽ, സ്റ്റം റാട്ട്, ഇലകരിച്ചൽ കൂടുതൽ ഉണ്ടാകും. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് അടുത്ത അടിക്കുന്ന മരുന്ന് ഇൻസെക്ടിസൈഡോട് ചേർന്ന് നമുക്ക് ഫംഗിസൈഡ് അടിക്കണം. നമുക്ക് തണ്ടുപുഴു, സറപ്പുഴു, സ്കെയിൽസും കൂടെ കൂടുതലും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടിക്കുന്ന മരുന്ന് ബ്ലേഡ് എന്ന് പറഞ്ഞ ഓർഗാനിക് ഒരു കെമിക്കൽ. ഈ മരുന്ന് നമുക്ക് 100 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി അതോട് സ്ട്രൈക്കിന് പറഞ്ഞ അസാസിസ്റ്റോബിൻ പ്ലസ് ക്ലോറോതലോണിൽ ഫംഗിസൈഡ് ആൻഡ് തിരിച്ച് ഒരു വേലിഡാമൈസിൻ. ഈ വേലിഡാമൈസിൻ സീത്കില്ല് ഇത് ഒരു 300 ml ചേർത്ത് കുളിപ്പിച്ച് അടിക്കുക. പോളപൊളിച്ചൽ, സ്റ്റം റാട്ട് ആൻഡ് ഫിസേരിയം, ഇലകരിച്ചൽ മൊത്തത്തിൽ ഇരുന്ന് നമുക്ക് രക്ഷപ്പെടുക.
പല ആൾക്കാർ തുറിച്ചടിച്ച് അതിൻ്റെ പുറകിൽ ക്വിനോൾ പാസ് അടിക്കണം, ടോണിക് അടിക്കണം ചേർത്ത് അങ്ങനെ ചിന്തയിലെ കാണും. അത് ചെയ്യരുത്. അതുപോലെ നിങ്ങൾ ക്വിനോൾ പാസ് മാത്രം ഈ ലാംഡ സൈക്ലോത്രിൻ ഏതാവത് ചേർത്തടിച്ചാൽ തണ്ടുപുള് 10 ദിവസത്തിൽ നമുക്ക് ഉണ്ടാകും. ഓട്ടക്ക ഉണ്ടാകും, സറപ്പുള് കട്ടിങ് ആകും. ഈ ലാംഡ സൈക്ലോത്രിൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം കൂടുതൽ ആൾക്കാർക്ക് ഈ സ്കെയിലിൻ്റെ തൊന്തരവ് ഉണ്ടായിരുന്നു. ഈ സ്കെയിൽ, ഈ പൂപ്പൽ, ഈ സ്കെയിൽ വന്നിട്ട് ഈ പൈറത്രാടി കുറിപ്പ് ഈ ലാംഡ സൈക്ലോത്രിൻ അടിക്കുമ്പോൾ കൂടുതൽ മറുപടിയും സ്പ്രെഡ് ആകും. എക്കാലക്സ് മാത്രം അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തണ്ടുപുള് സറപ്പുള് കൺട്രോൾ കിട്ടത്തില്ല. ഈ ടോണിക്ക് ചേർത്ത് നിങ്ങൾ അടിക്കുന്ന ഈ ഭൂമിക്ക് അതുപോലെ ടോണിക്ക് ചേർത്ത് അടിച്ചാലും നമുക്ക് ഈ മഞ്ഞുകാലത്തെ ഈ ഫംഗസ് കൂടും. വേണ്ട, അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞ ഈ മരുന്ന് മാത്രം, ഈ ബ്ലേഡ് ആൻഡ് സ്ട്രൈക്ക് ആൻഡ് സീത്കിൽ ഒരു പക്ക സ്പ്രെഡ് ബോണ്ട് ചേർത്ത് അടിക്കുക. പെസ്റ്റ് ആൻഡ് ഡിസീസിലിരുന്ന് രക്ഷപ്പെടുക. തുരിശ് അടിച്ചിട്ട് മീറ്റ് ഒളിച്ചിട്ട് തട്ടമറിച്ചിലിരുന്ന് കംപ്ലീറ്റ് രക്ഷപ്പെടുക. ആൻഡ് അതിനടുത്ത് ജൂൺ 15 പുറയിൽ നമുക്ക് നല്ല കാലാവസ്ഥയാകും. ഈ സമയം ചെടിയിലിരുന്ന് പ്രശ്നം മാറ്റി നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയാലേ നമുക്ക് അതിനടുത്ത് കാക്കയറ്റാൻ പറ്റും, അല്ലേ? അതിനടുത്ത് നമുക്ക് ഓളിയാർ സ്പ്രേ, പക്കാവാன ഫോസ്ഫറസും പൊട്ടാഷും കൂടിയ വളം മാത്രം നിങ്ങൾ ചേർക്കണം. കുറച്ച് നൈട്രജൻ മാത്രം. നൈട്രജൻ ഇല്ലാതെ അങ്ങനെ കൊടുക്കേണ്ട. ഏത് വളം കൊടുത്താലും നൈട്രജൻ, നിങ്ങൾക്ക് മഴക്കാലത്തിൽ നൈട്രജൻ ഇട്ട തെറ്റ്, നൈട്രജൻ ഇട്ട ആളുകളാകും, അങ്ങനെ ചിന്തിക്കരുത്. ബട്ട് കോമ്പിനേഷൻ, ഈ നൈട്രജൻ അല്ലാതെ ഫോസ്ഫറസ് പൊട്ടാസ് മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. കുറച്ച് നൈട്രജൻ ഇരിക്കണം. ഉദാഹരണം, 1% നൈട്രജൻ ആണെങ്കിൽ നമുക്ക് 10% ഫോസ്ഫറസ്, 10% പൊട്ടാഷ് കാണുന്നു. അതുപോലെ ഒരു പ്രോഡക്റ്റ് 10, 54, 10 അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു NPK കലർന്ന ഒരു പ്രോഡക്റ്റ് 1 കിലോ. ആൻഡ് ഡയമണ്ട്, ഈ ഡയമണ്ട് എന്ന് പറയുന്നത് 3% നൈട്രജനും ഫോസ്ഫറസ് ഇല്ല, പൊട്ടാസ് 46% ഉള്ള ആ ഡയമണ്ട് ചേർത്ത് അടിക്കുമ്പോൾ കോമ്പിനേഷൻ പക്ക. ഫോസ്ഫറസും പൊട്ടാസും അധിക അളവിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആളുകൾ റെസിസ്റ്റൻ്റ് ഓട്ടോമാറ്റിക്കലി ശരിക്കും കിട്ടും. അതോട് മൈക്രോന്യൂട്രിയൻസ്, ജിങ്ക്, ബോറാണ് മൈക്രോന്യൂട്രിയൻസ്. സൂപ്പർ 789 എന്ന് പറഞ്ഞ മൈക്രോന്യൂട്രിയൻസ്, നല്ല പക്ക സെലക്റ്റഡിലുള്ള മൈക്രോന്യൂട്രിയൻസ്. അതോട് ആ സമയം നമുക്ക് F2 ആൻഡ് ആർ ഇൻഫിനിറ്റി, ആർ ഫുൾഫിൽ, ഇങ്ങനെ മൂന്നിൽ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക. 100 മില്ലി മാത്രം ഒഴിക്കുക. കുളിപ്പിച്ച് അടിക്കുവാണെങ്കിൽ എടുക്കുന്ന പൂ മൊത്തം നമുക്ക് സെറ്റിംഗ് ആകും. പ്ലാന്റ്സിക്ക് ഹെൽത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഫോളിയർ അടിക്കുമ്പോൾ 100% റിസൾട്ട് നമുക്കാകും. അതിനടുത്തും കൂടെ നമുക്ക് സോയിൽ അപ്ലിക്കേഷൻ വളം, ഒരു ന്യായமான മഴ കിട്ടിയ നമുക്ക് സോയിൽ അപ്ലിക്കേഷൻ വളം ഇട്ട് കൊടുക്കാം. ഈ ഫാക്ടംബാസ്, പൊട്ടാഷ്, മൈക്രോന്യൂട്രിയൻസ് ചേർത്ത് നമുക്ക് ഇടാം. ഒരു വളം മാത്രം ആവശ്യം ഇടണം. ഒരു സോയിൽ അപ്ലിക്കേഷൻ വളം മാത്രം ഈ കൊല്ലം ആവശ്യം നമുക്ക് ധൈര്യമായിട്ട് ഇടാം. ഈ പിത്തിയും കൺട്രോൾ ചെയ്തിട്ട് ഇടണം. അപ്പോൾ ഫാക്ടംബാസ് 250 ഗ്രാം, പൊട്ടാഷ് 150 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 50 ഗ്രാം, മൈക്രോഫുഡ് 200 ഗ്രാം ആൻഡ് സീവീഡ് അമിനോ പൗഡർ കൂടിയ ഒരു കാർബൺ 200 ഗ്രാംസ്, മൗറിയ 200 ഗ്രാംസ്, ടോട്ടലി ഒരു 850 ഗ്രാം ഒരു പ്ലാന്റ്സിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പക്കാവാണ് കാസെറ്റിങ്ങോടെ കൂടുതൽ സിമ്പോടെ നെക്സ്റ്റ് എത്ര മഴ കിട്ടിയാലും നമുക്ക് അളുകൾ, ഫിസേരിയം എതും വരുന്നില്ല. ഈ ജൂൺ മാസം മൊത്തം, ഈ ജൂണിൽ ചെയ്യുന്ന ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ജൂലൈ വരെ ചെടിക്ക് പക്ക പ്രൊഡക്ഷൻ കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സാധനം മൊത്തം, ഈ മെത്തേഡ് കവാത്ത് തൊട്ട് ഈ ഫാക്ടംബാസ് വളം ഇടുന്നവരെ പക്കാവായിട്ട് ചെയ്ത് നിങ്ങൾ ഈ അളുകൾ
ഈ ഭിത്തിയും ഫംഗസിൽ ഇരുന്ന് രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹത്തിൽ ഞാൻ ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു.